ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി മുട്ടക്കറിയുടെ റെസിപ്പി കുക്കറിൽ എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കിയാലോ. അതിനായി ഫ്ലെയിം ഓൺ ചെയ്ത് കുക്കർ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ 2 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. അതിൻ്റെ കൂടെ 2 വറ്റൽമുളക് മുറിച്ചിടാം. കുറച്ച് കരിവേപ്പിലയും ചേർത്തൊന്ന് മൂപ്പിക്കാം. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി മീഡിയം സൈസിൽ 2 സവാള അരിഞ്ഞതും ചേർത്ത് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ പെരുംജീരകപ്പൊടിയും 1/2 സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഗരം മസാലപ്പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് വഴറ്റിയെടുക്കണം. ശേഷം നമുക്ക് 2 പച്ചമുളക് അരിഞ്ഞുകൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് 2-3 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മീഡിയം സൈസിൽ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് വേണ്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ആദ്യം 2ാം പാൽ ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സായി കഴിയുമ്പോൾ നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ കുക്കറിൻ്റെ എയർ പോയിട്ടുണ്ടാകും. കുക്കർ തുറന്ന് നോക്കി ഇനി 1/2 കപ്പ് 1ാം പാലും കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കണം. അതിനുശേഷം മുട്ട ഇതുപോലെ നെടുകെ പിളർന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മാറ്റി വയ്ക്കാം. സൂപ്പർ ടേസ്റ്റിലെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചൂട് വെള്ളയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഈസി കിച്ചൺ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.